ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ ഓടിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? വിശുദ്ധ കുർബാനയിൽ പ്രധാനമായിട്ടുമുള്ളത് ഒരു 7 ഘട്ടങ്ങളാണ്, 7 വിഭജനങ്ങളാണ് വിശുദ്ധ കുർബാനയിലുള്ളത്, 7 തലങ്ങൾ. അതെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കിടക്കണം. ഒന്നാമത്തേതാണ് നമ്മൾ പറഞ്ഞത് ആമുഖ ശുശ്രൂഷ. അപ്പോൾ ആമുഖ ശുശ്രൂഷയിൽ എന്തൊക്കെ പെടുന്നുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? നിങ്ങളറിയാവുന്ന കാര്യങ്ങൾ ഓർത്ത് വെച്ച് പെട്ടെന്ന് പറയണം. ആമുഖ ശുശ്രൂഷ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാ? അന്നാ പെസഹ തിരുനാളിൽ, അതായത് പെസഹ തിരുനാളിൻ്റെ ആഘോഷം അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിശുദ്ധ കുർബാനയുടെ ആമുഖ ഭാഗം നമ്മൾ ഒരുങ്ങുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചു, പെസഹ തിരുനാളെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മളോട് പിള്ളേർ ചോദിക്കുക, അമ്മ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ അച്ഛൻ, അതെന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥമെന്ന് പിള്ളേർ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കേണ്ടത് ആരാ? മാതാപിതാക്കളായി നിങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം എന്ത് പറഞ്ഞു കൊടുക്കും? എന്ത് പറഞ്ഞു കൊടുക്കും? പെസഹ എന്താണെന്നാ പറഞ്ഞു കൊടുക്കുന്നത്? ആ പുറകിലിരിക്കുന്നവരാരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്. അപ്പം അങ്ങനെ ഒരു ചരിത്രം നമുക്കുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം എവിടെയായിരുന്നു? ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. ആ അടിമത്തത്തിൽ നിന്ന് മോശെ എന്ന പ്രവാചകനെ വിട്ട് ദൈവം എന്ത് ചെയ്തു? അവരുടെ നിലവിളി കേട്ട്, അവരുടെ ദീനരോദനം കേട്ട്, അവരുടെ സങ്കടവും കഠിനാധ്വാനങ്ങളും കണ്ട് ദൈവത്തിന് അവരോട് അലിവ് തോന്നിയിട്ട്, ദൈവത്തിന് അവരോട് കരുണ തോന്നിയിട്ട് ദൈവം ഒരു വ്യക്തിയെ അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വിമോചകനായിട്ട് ദൈവം ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് ആ വ്യക്തിയെ അഭിഷേകം ചെയ്ത് ആ വ്യക്തിയിലൂടെ ദൈവം തന്നെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് അവരെ എന്ത് ചെയ്തു? ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. അതല്ലേ? അതുകൊണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 14 പറയുകയാണ്, ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാ ദിനമായിരിക്കണം. ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കണം. അങ്ങനെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുപോയി കാനാൻ ദേശത്തേക്ക് എത്തിച്ചത് എന്നും ദൈവം അവരെ മോചിപ്പിച്ചത്, ദൈവം അവരെ വിമോചിപ്പിച്ചത്, ദൈവം അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്, അവരുടെ കണ്ണുനീരിൻ്റെ കാര്യത്തിൽ, അവരുടെ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ, അവരുടെ അടിമത്തത്തിൻ്റെ തലത്തിൽ ദൈവം ഇടപെട്ടത് എന്നും ഓർത്ത് അത് നിങ്ങൾക്ക് ഒരു സ്മരണയായിരിക്കണം. ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ആഘോഷിക്കണം. പുറപ്പാടിൻ്റെ പുസ്തകം 12-14 അപ്പം ദൈവത്തിൻ്റെ കൽപ്പന ഇസ്രായേൽക്കാർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അന്ന് മുതൽ എന്നും ഇവർ പെസഹ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ്, അങ്ങനെ പെസഹ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിലാണ് സെഹിയോൻ ഊട്ടുശാലയിൽ ഈശോ അർപ്പിക്കാൻ പോകുന്ന കാൽവരിയിലെ യാഗത്തിൻ്റെ ഒരു സ്മരണ, ഒരു അനുസ്മരണം കർത്താവ് നടത്തുന്നത്. മനസ്സിലായോ? പെസഹ തിരുനാൾ നടക്കുന്ന സമയത്ത് ഈശോ ആ പെസഹ തിരുനാളിൻ്റെ സമയത്താണ് എന്ത് ചെയ്തത്? ഈശോയുടെ കാൽവരിയിലെ ബലി ഈശോ അവിടെ പ്രതീകാത്മകമായിട്ട് അർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പെസഹ തിരുനാൾ ഈജിപ്തിൽ നിന്നുള്ള അടിമത്തിൽ നിന്നുള്ള മോചനമായിരുന്നുവെന്നും ആ സമയത്ത് ഈശോ ഈ കാൽവരിയിലെ ബലി, വിശുദ്ധ കുർബാന കൗദാശികമായിട്ട് ലോകത്തെങ്ങും അർപ്പിക്കപ്പെടേണ്ട ആ വിശുദ്ധ കുർബാന കൗദാശികമായിട്ട് അർപ്പിക്കുന്നത് ഈശോ അവിടെ സ്ഥാപിക്കുക, വിശുദ്ധ കുർബാന അവിടെ സ്ഥാപിക്കുക, അവിടെ തുടക്കം കുറിക്കുക. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? കാൽവരി യാഗത്തിലെ മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ പരിണതഫലമായിട്ടുണ്ടാകുന്ന മരണത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് നിത്യമായ സ്വാതന്ത്ര്യം ഈശോ നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാനിത് ആവർത്തിച്ച് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും തോറും എനിക്കിത് അനുഭവമാണ്. ഹല്ലേലൂയ. ഇത് കേൾക്കും തോറും നിങ്ങൾക്കും അനുഭവം. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതെ നിന്ന്, നമ്മൾ വിശുദ്ധ കുർബാന എന്താണെന്ന് അറിയാതെ നിന്നും വെറും കാഴ്ചക്കാരായി നിന്നാൽ എന്ത് സംഭവിക്കും? കാഴ്ചക്കാരായി നിന്നാൽ എന്ത് സംഭവിക്കും? നമുക്കതിൻ്റെ ഫലം കിട്ടുമോ? കിട്ടിയല്ല. നമ്മളൊരു കൊച്ചിനെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്, എക്സാം എഴുതാൻ വേണ്ടി പഠിപ്പിച്ച് ഒരുക്കി ഹാൾ ടിക്കറ്റൊക്കെ കൊടുത്ത് അതിനെ എക്സാം ഹോളിൽ കയറ്റിയിരുത്തി.
നമ്മൾ ചിന്തിക്കുക, എന്നെ കയറ്റിയിരുത്തി. പക്ഷേ ആ കൊച്ചിന് അവിടെ ഇരുന്നപ്പോൾ അത് പേപ്പറൊക്കെ ക്വസ്റ്റ്യനൊക്കെ വായിച്ച് നോക്കിയപ്പോൾ ആ കൊച്ചിന് ഒന്നും അറിയത്തില്ല, ഒന്നും എഴുതാൻ അറിയത്തില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്തു, എല്ലാവരും പരീക്ഷ എഴുതി കഴിയുന്നോടം വരെ ഞാനിവിടെ ഇരിക്കാം എന്ന് കരുതി ആ കുഞ്ഞ് ആ പേപ്പറും പേനയൊക്കെ പിടിച്ചുകൊണ്ട് അവന് കിട്ടിയ ആ സീറ്റിൽ അവിടെ ഇരുന്നു. പരീക്ഷയുടെ സമയം കഴിഞ്ഞപ്പോൾ ഈ പേപ്പർ അവിടെ വെച്ചിട്ടോ അല്ലെ പേപ്പറും കൈ പിടിച്ചുകൊണ്ട് അവൻ ഇറങ്ങിപ്പോന്നാൽ അവൻ പരീക്ഷയ്ക്ക് പാസ്സാകുമോ? അവൻ പരീക്ഷ അറ്റൻഡ് ചെയ്തോ? ഇല്ല. ഇതുപോലെയല്ലേ നമ്മുടെ ബലിയർപ്പണം? ചിന്തിച്ച് നോക്കിയേ. നമ്മൾ പോകുന്നുണ്ട്, പരീക്ഷാ ഹാളിൽ കയറുന്നത് പോലെ, ഒരു കൊച്ചു പരീക്ഷാ ഹാളിൽ കയറുന്നത് പോലെ ബലിയർപ്പണ വേദികളിൽ നമ്മൾ ആയിരിക്കുന്നുണ്ട്. പക്ഷേ ആ ബലിയർപ്പണ വേദികളിൽ നമ്മൾ ആയിരിക്കേണ്ടതുപോലെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ, നമ്മൾ വിശ്വസിക്കേണ്ടതുപോലെ, നമ്മൾ ആരാധിക്കേണ്ടതുപോലെ നമ്മൾ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാനയുടെ ഫലം അതിൻ്റെ പൂർണ്ണതയിൽ എടുക്കാൻ പറ്റാതെ പോവുക. ശരിയാണോ? ശരിയാണ്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുകയാണ്, ആരാധനക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ 12-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളോട് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ബലിയും വിശുദ്ധ കുർബാനയും ഒരൊറ്റ ബലിയാണ്. ക്രിസ്തുവിൻ്റെ ബലി ആ ബലിയാണ് നമ്മൾ പെസഹ തിരുനാളിന് ഈശോ ദുഃഖവെള്ളിയാഴ്ച സംഭവിക്കാൻ പോകുന്നത്. പെസഹ വ്യാഴാഴ്ച ആ പെസഹ തിരുനാളിൻ്റെ സമയത്ത് ഈശോ കൗദാശികമായിട്ട് അർപ്പിക്കുന്നത് ആ വിശുദ്ധ കുർബാനയാണ്. അപ്പം മാർപ്പാപ്പ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ബലിയും യേശു കാൽവരിയിൽ അർപ്പിച്ച ബലിയും വിശുദ്ധ കുർബാനയും രണ്ടാണെന്നാണോ പറയുന്നത്, ഒന്നാണെന്നാണോ പറയുന്നത്? ഒന്നാണ്. എന്നിട്ട് നാം എപ്പോഴും ഒരേ കുഞ്ഞാടിനെ തന്നെ സമർപ്പിക്കുന്നു. ഈശോയെ തന്നെയാണ് നമ്മൾ ഓരോ ബലി അർപ്പണത്തിലും പരമപിതാവിന് സമർപ്പിക്കുന്നത്. വിശുദ്ധ കുർബാന കുരിശിലെ ബലിയെ സന്നിഹിതമാക്കുന്നു. അതായത് വിശുദ്ധ കുർബാന നടക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന സഭ നമ്മളോട് പറയുന്നത്? കാൽവരിയിലെ ബലി തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അൾത്താരയിലെ ബലിയിൽ കുരിശിലെ ബലിയേക്കാൾ ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല, സംഭവിക്കുന്നത് അതുതന്നെ. ഹല്ലേലൂയ. സംഭവിക്കുന്നത് കാൽവരിയിലെ ഈശോയുടെ മരണം തന്നെയാണ്, ഈശോയുടെ പീഡാസഹനം തന്നെയാണ്, ഈശോയുടെ കുരിശുമരണം തന്നെയാണ്, ഈശോയുടെ ഉത്ഥാനം തന്നെയാണ്, ഈശോയുടെ കുരിശു വഹിക്കൽ തന്നെയാണ്. ആ കാൽവരിയിൽ നടന്നത് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ഇന്ന് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അന്ന് ഒത്തിരി പേര് ഈശോയുടെ കുരിശുമരണം കാണാൻ വേണ്ടി വഴിയോരങ്ങളിൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, അല്ലേ? ഉണ്ടായിരുന്നില്ലേ? കാണികളുണ്ടായിരുന്നു. ഇങ്ങനെ ഒരാളെ വലിച്ച് എഴച്ച് കുരിശും തോളെ വെച്ച് കൊടുത്ത് ചമ്മട്ടി കൊണ്ട് അടിച്ച് പൊട്ടിച്ച് തെറിപ്പിച്ച് കാർപ്പിച്ച് തുപ്പി മുൾക്കിരീടമൊക്കെ അണിയിച്ച് അതിക്രൂരമായ രീതിയിൽ ഒരു മനുഷ്യനെ ഇങ്ങനെ കുരിശിൽ തറച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് ഒരു കാഴ്ച പോലെ കണ്ടു നിൽക്കുന്ന ഒരു വലിയ ജനം ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്നു. മനസ്സിലായോ? അവർക്ക് എന്തേലും ഫീൽ ചെയ്തോ? അവർക്കൊന്നും ഫീൽ ചെയ്യില്ല. അവരത് കണ്ടു നിന്നതേ ഉള്ളൂ. നമുക്കും ഈശോയെ വിശുദ്ധ കുർബാന എന്താണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇതുപോലെയാ നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങളിലും എനിക്ക് വേണ്ടി മരിക്കുന്ന, എനിക്ക് വേണ്ടി എൻ്റെ പാവങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി, ഞാൻ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി, എൻ്റെ എല്ലാ പാവങ്ങൾക്കും പരിഹാര ബലിയായി തീർന്ന് സഹിക്കുന്ന ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേരാതെ ഞാൻ എവിടെയോ മാറി നിന്ന് ഇതെല്ലാം കാണുന്ന ഒരു കാഴ്ചക്കാരിയായിട്ടല്ല കാഴ്ചക്കാരനായിട്ട് മാറിയാൽ എനിക്ക് ആ വിശുദ്ധ കുർബാനയിൽ എന്തുമാത്രം വിശ്വാസമുണ്ടോ? ഇല്ല, വിശ്വാസമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, സഭ പഠിപ്പിക്കുന്നവർക്ക് ആരാധനക്രമം 14-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം സഭ നമ്മളോട് പറയുകയാണ്, വിശുദ്ധ കുർബാന വിശ്വാസത്തിൻ്റെ രഹസ്യമാണ്. വിശുദ്ധ കുർബാന വിശ്വാസത്തിൻ്റെ രഹസ്യമാണ്. വിശ്വാസത്തിൻ്റെ രഹസ്യം എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമ്മൾ വിശ്വസിച്ച് സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം വിശുദ്ധ കുർബാന നമ്മൾ വിശ്വസിച്ച് സ്വീകരിക്കുമ്പോഴേ നമുക്കതിൻ്റെ ഫലം കിട്ടുന്നുള്ളൂ. എനിക്ക് വേണ്ടി ഈശോ ഇവിടെ ജനിക്കുന്നു, എനിക്ക് വേണ്ടി ഈശോ പീഡ സഹിക്കുന്നു, ഈശോ എനിക്ക് വേണ്ടി മരിക്കുന്നു, ഈശോ എനിക്ക് വേണ്ടി ഉത്ഥാനം ചെയ്യുന്നു, എല്ലാം എനിക്ക് വേണ്ടി. അന്ന് ഞാനില്ലായിരുന്നു. നൂറ്റാണ്ടുകൾക്കപ്പുറം, 2000 ആണ്ടുകൾക്കപ്പുറം പാപിയായ ഈ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഇന്നും ഈശോ ആഗ്രഹിക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി, എനിക്ക് കുരിശിലെ യാഗത്തിൻ്റെ ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അൾത്താരയിലെ ബലി. ഹല്ലേലൂയ.
കുറച്ചൊക്കെ നമുക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നമുക്കിങ്ങനെ കിട്ടിത്തുടങ്ങിയത് കൊണ്ടാണ് നമ്മൾ ഒത്തിരി പേരും ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വലിയ വില കൊടുക്കാൻ തുടങ്ങി, അല്ലേ? വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി, കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പം നമ്മുടെ ആ വിശ്വാസമൊക്കെ നമ്മളിൽ വളരണം. എന്നിട്ട് പറയുകയാണ്, ഈ വിശ്വാസത്തിൻ്റെ രഹസ്യത്തിൽ വിശ്വാസികൾ ഭാഗവാക്കുകളാകുമ്പോൾ അവർ നിശബ്ദരായ പ്രേക്ഷകരെ പോലെയോ അപരിചിതരെ പോലെയോ ആകരുത്. ഹല്ലേലൂയ. എന്താ പറയുന്നത്? വിശ്വാസത്തിൻ്റെ രഹസ്യമായ വിശുദ്ധ കുർബാനയിൽ വിശ്വാസികൾ പങ്കെടുക്കുമ്പോൾ എങ്ങനെ ആയിരിക്കരുതെന്നാണ് സഭ നമ്മളോട് പറയുന്നത്. നിങ്ങൾ നിശബ്ദരായിരിക്കരുത്. നിങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ നിശബ്ദരായ പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ വെറുതെ കേട്ടു നിൽക്കുന്ന, കണ്ടു നിൽക്കുന്നവരെ പോലെ, അപരിചിതരെ പോലെയാകരുത്. അപരിചിതരെന്ന് പറഞ്ഞാൽ എന്താ? അപരിചിതർ, നമ്മളെ പരിചയമില്ലാത്തൊരു വ്യക്തി, അല്ലേ? അവർ നമ്മളെ മൈൻഡ് ചെയ്യുമോ? ഇല്ല. ഇതുപോലെ ഈശോയുമായിട്ട് യാതൊരു പരിചയവുമില്ലാത്ത, ഈശോയെ അറിയാത്ത, ഈശോയെ അനുഭവിക്കാത്ത, ഈശോയിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ പോലെ നമ്മൾ നിശബ്ദരാകരുത്. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ എന്ത് ചെയ്യണം? മറിച്ച് ഇതാ പറയുന്നു, മറിച്ച് പ്രാർത്ഥനകളുടെയും പാട്ടുകളുടെയും കർമാനുഷ്ഠാനങ്ങളുടെയും. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയുടെ സമയത്ത്? പ്രാർത്ഥനകളുണ്ട്, പാട്ടുകളുണ്ട്, ചില തിരുക്കർമ്മങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അൾത്താരയിൽ വൈദികൻ ചെയ്യുന്ന ചില തിരുക്കർമ്മങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ആഴവും അർത്ഥവും മനസ്സിലാക്കി ഭക്തിയോടും ശ്രദ്ധയോടും വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടി വേണം ബലിയിൽ പങ്കുചേരാൻ. എങ്ങനെ വേണം പങ്കുചേരാൻ? എങ്ങനെ? എന്തൊക്കെ വേണം? എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് വേണ്ടത്? ഭക്തി വേണം, ശ്രദ്ധ വേണം. എന്താ സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ എവിടം വരെ എത്തി, വിശുദ്ധ കുർബാനയുടെ എവിടം വരെ നമ്മൾ എത്തി എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധയോടെ നമ്മൾ നോക്കിയിരുന്ന് അതിനകത്ത് പങ്കുചേർക്കണം. എന്നിട്ട് മാർപ്പാപ്പ പറയുകയാണ്, വിശുദ്ധ കുർബാന ഈ വിശ്വാസത്തിൻ്റെ രഹസ്യത്തിൽ പങ്കുചേരുമ്പോൾ യുക്തി അതിൻ്റെ പരിമിതികളെ മനസ്സിലാക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ അതിരറ്റ സ്നേഹത്താലും സീമാതീതമായ ആരാധനയാലും ഈ വിശ്വാസത്തിൻ്റെ രഹസ്യത്തിൽ നിങ്ങൾ തലകുനിക്കണം. വിശ്വാസത്തിൻ്റെ രഹസ്യത്തിൻ്റെ മുൻപിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വലിയ വിശ്വാസത്തോടെ നിങ്ങൾ തലകുനിക്കണം. അതാ മാർപ്പാപ്പ പറയുന്നത്. ഹല്ലേലൂയ. അപ്പം നമുക്ക് ആമുഖ ശുശ്രൂഷയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നും അറിയത്തില്ലാത്തവരെ പോലെ നിശബ്ദരായിട്ടിരിക്കുകയല്ലേ? വേറെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ശ്രദ്ധിക്കും. അതുകൊണ്ട് ആമുഖ ശുശ്രൂഷ എവിടം മുതൽ എവിടം വരെയാ? പെസഹ തിരുനാൾ മുതൽ സർവാധിപന കർത്താവേ എന്നുള്ളവിടം വരെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് എന്തൊക്കെയാണെന്ന് സിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നത്. എൻ്റെ തല ഒരാളെന്നോട് പറഞ്ഞു, സിസ്റ്റർ എൻ്റെ തലയിൽ ഇതൊന്നും കയറുന്നില്ല, എൻ്റെ തലയിൽ എൻ്റെ ദുഃഖങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും എൻ്റെ അസ്വസ്ഥതകളും എൻ്റെ കുടുംബ പ്രശ്നങ്ങളും ഒക്കെയാണ് എൻ്റെ തലയിലുള്ളത്, നിങ്ങൾ പറഞ്ഞു തരുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം മനസ്സിലാക്കേണ്ടത് ആരുടെ കടമയാ? നമ്മുടെ കടമയാ. മാർപ്പാപ്പ പറയാം, വിശുദ്ധ കുർബാനയുടെ ഓരോ അർപ്പണത്തിലും നാം ആത്മീയമായി പെസഹ രഹസ്യങ്ങളിലേക്ക് സംവഹിക്കപ്പെടണം. ഏതാ ഈ പെസഹ രഹസ്യങ്ങളിലേക്ക് സംവഹിക്കപ്പെടുക? നമ്മുടെ മനസ്സ്, നമ്മൾ പൂർണ്ണമായിട്ട് പെസഹ രഹസ്യങ്ങളിലേക്ക് സംവഹിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാത്? പെസഹ രഹസ്യം എന്താ? പെസഹ രഹസ്യം ഈശോയുടെ പീഡ, ഈശോയുടെ ജനനവും ഈശോയുടെ പരസ്യ ജീവിതവും, ഈശോയുടെ പീഡാസഹനവും, ഈശോയുടെ കുരിശുമരണവും, ഈശോയുടെ ഉത്ഥാനം. ഇതാണ് രക്ഷാകര രഹസ്യം, പെസഹ രഹസ്യം. ഈ പെസഹ രഹസ്യത്തിലേക്ക് നമ്മൾ ഉൾപ്രവേശിക്കണം, നമ്മുടെ മനസ്സങ്ങോട്ടായിത്തീരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥമാണ് ആദ്യം ഈശോയുടെ മനുഷ്യാവതാരം നടക്കുന്ന രംഗമാണ് എവിടെ? ആമുഖ ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നത്. ഓർക്കുന്നുണ്ടോ? ആമുഖ ശുശ്രൂഷയിൽ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് 3 പ്രാവശ്യം വൈദികൻ എന്ത് ചെയ്യുന്നു? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഇത് വേറെ എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? മാലാഖമാർ ഈശോ ജനിക്കുന്ന സമയത്ത് പാടിയ പാട്ടാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അപ്പം മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക മാലാഖമാർ.
അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ മാലാഖാഗണങ്ങളിൽ ഒരാളെ പോലെ ചേർന്ന് നിന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഈ രക്ഷകൻ്റെ, ഈ മനുഷ്യനായി പിറന്ന രക്ഷകൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് ആ കൂടെ നമ്മളായിരിക്കണം. അതുകൊണ്ടാണ് യേശുവിൻ്റെ കൂടെ പോകണം, യേശുവിൻ്റെ കൂടെ ആയിരിക്കണം, യേശുവിൻ്റെ അടുത്ത് നിൽക്കണം, കാലിത്തൊഴുത്തിലേക്ക് ചെല്ലണം, പരസ്യ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളിലേക്ക് ചെല്ലണം, പീഡാസഹനത്തിൻ്റെ കാലഘട്ടങ്ങളിലേക്ക് കടന്നു ചെല്ലണം. കുരിശ് മരണ സമയത്ത് നമ്മൾ അവിടെ ആയിരിക്കണം, ഉത്ഥാന സമയത്ത് നമ്മൾ അവിടെ ആയിരിക്കണം. ഈശോ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളിലും നമ്മളുമായിരിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനം 91:14 പറയുക, സ്നേഹത്തിൽ അവനോട് ഒട്ടി നിൽക്കണം. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? സ്നേഹത്തിൽ അവനോട് ഒട്ടി നിന്നാൽ എന്ത് ചെയ്യും? ദൈവം നമ്മളെ സംരക്ഷിക്കും. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി എന്ന് എത്ര പ്രാവശ്യം പാടുന്നുണ്ട്? 3 പ്രാവശ്യം. അത് എന്തിനാണെന്നാണ് പറഞ്ഞത്? കുർബാനയുടെ സമയം നീട്ടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ? വിശുദ്ധ കുർബാനയുടെ സമയം ഇച്ചിരി നീണ്ടു പോകാൻ വേണ്ടിയിട്ടല്ലേ 3 പ്രാവശ്യം ചെല്ലുന്നത്? അല്ല, പിന്നെ എന്തിനാ? ത്രിത്വൈക ദൈവത്തിന്, പിതാവായ ദൈവത്തിന് സ്തുതി പറയുന്നു, പുത്രനായ ദൈവത്തിന് സ്തുതി പറയുന്നു, പരിശുദ്ധാത്മാവായ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു. അപ്പം ത്രിത്വൈക ദൈവത്തെ നമ്മൾ സ്തുതിച്ച് ആരാധിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന നിമിഷമാണ്. അപ്പോൾ ആ സമയത്ത് മാലാഖമാരോട് ചേർന്ന് നമ്മളും അവിടെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഈ സമയത്താണ്, ഈ പെസഹാ തിരുനാളിൽ, ഈ അന്നാ പെസഹാ തിരുനാളിൻ്റെ സമയത്താണ്, ഈ പെസഹാ ആഘോഷത്തിൻ്റെ നിമിഷത്തിലാണ് ഈശോ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് കൗദാശികമായി പ്രതീകാത്മകമായിട്ട് അപ്പവും വീഞ്ഞും കരങ്ങളിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഈശോ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഹല്ലേലൂയ. പറഞ്ഞേ, ഏതാ? പെസഹാ തിരുനാളിൽ യേശു ചെയ്ത ആ കൃത്യം, അത് കാൽവരിയിലെ ബലി, വെള്ളിയാഴ്ച നടന്നത്, യേശു അർപ്പിച്ചത്. എന്നിട്ട് യേശു പറയുകയാണ്, അത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും, ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. അപ്പോൾ പാപത്തിൻ്റെ പരിണതഫലമായിട്ട് നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു? പാപത്തിൻ്റെ പരിണതഫലമായിട്ട് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ടു, ദൈവപുത്ര സ്ഥാനം നഷ്ടപ്പെട്ടു. നമ്മൾ കാണുന്നുണ്ട്, ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ചത് എന്താണ്? അവർ ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവവുമായുള്ള ബന്ധത്തിലായിരുന്നു, അവർ ദൈവത്തോടൊത്ത് നടന്നവരാണ്, അല്ലേ? ദൈവത്തിൻ്റെ സാന്നിധ്യം വളരെ ആഴത്തിൽ ഈ ആദ്യ മാതാപിതാക്കൾ അനുഭവിച്ചിരുന്നു. പക്ഷേ എപ്പോഴാണ് അവർക്ക് നഷ്ടപ്പെട്ടത്? പാപം ചെയ്തപ്പോൾ, ദൈവത്തെ അവർ ധിക്കരിച്ചപ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പന അവർ അനുസരിക്കാതിരുന്നപ്പോഴാണ് അവർ പാപം ചെയ്തു. നമ്മൾ ഓർത്ത് നോക്കിയേ, ഈ വിശുദ്ധ കുർബാനയ്ക്കൊന്നും വരണ്ടായെന്ന് തോന്നുന്നത് എപ്പോഴാണ്? പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുമ്പോഴാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നു പോകുന്നത്. ജപമാല ചെല്ലണ്ടെന്ന് തോന്നുന്നപ്പോഴാണ്? നമ്മൾ പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുമ്പോഴാണ്. ഇതുപോലെ ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന ജനം, ആദ്യ മാതാപിതാക്കള് വീണ്ടും രക്ഷയിലേക്ക് വരുന്ന എങ്ങനെയാണെന്ന് നോക്കിയേ, അവർ വെറും ജഡമായി തീർന്നു. അവരുടെ പ്രശ്നത്തിന് അവർ തന്നെ പരിഹാരം കണ്ടെത്തി. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രശ്നത്തിന് അവർ തന്നെ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് അവർ അത്തിയില കൂട്ടി തുന്നി ഉടുത്തു. അവർക്ക് ലജ്ജ തോന്നി. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ തോന്നി, ലജ്ജ തോന്നി. അത്തിയില അവർ കൂട്ടി തുന്നി കെട്ടി അവർ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. പക്ഷേ ഈ അത്തിയിലയുടെ പ്രത്യേകത എന്താ? അത് വെയിൽ വന്നാൽ ഉണങ്ങിപ്പോകും, മഴ വന്നാൽ അത് നനഞ്ഞ് കുതിർന്നു പോകും. എവിടെയെങ്കിലും അത്തിയില ഉടുത്ത് ഇരുന്നാൽ കീടങ്ങൾ വന്നത് നശിപ്പിച്ച് കളയും. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് കണ്ടെത്തിയ ആ പരിഹാരം ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം തന്നെ പാപത്തിന് അടിമകളായി തീർന്ന് ലജ്ജ കൊണ്ട് മുഖം താഴ്ത്തിയിരിക്കുന്ന ആദ്യ മാതാപിതാക്കളെ ദൈവം എന്ത് ചെയ്തു? തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി ഉടുപ്പിച്ചു. ഹല്ലേലൂയ. അതെ, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? എന്താ അതിൻ്റെ അർത്ഥം? പാപത്തിൻ്റെ പരിണതഫലമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്നതെങ്കിൽ, ഈ സമൂഹം അനുഭവിക്കുന്നെങ്കിൽ, ആ പ്രശ്നത്തിന് നമുക്കാർക്കും പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. ആർക്കേ പറ്റുള്ളൂ? ഈശോയ്ക്കേ പറ്റുള്ളൂ. അതിനുള്ള പരിഹാരം, നമ്മൾ ചെയ്ത പാപത്തിൻ്റെയും തിന്മയുടെയും പരിണത ഫലത്തിനുള്ള പരിഹാരം, ആ ശിക്ഷ, നമുക്ക് ലഭിക്കേണ്ട ശിക്ഷ, അതിനുള്ള ശിക്ഷ മുഴുവൻ ഈശോ ഏറ്റെടുത്തു. അതിനുള്ള പരിഹാര ബലി, നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര ബലി എന്ന് പറയുന്നത് കാൽവരിയിലെ ക്രിസ്തുവിൻ്റെ ബലിയാണ്.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ കർത്താവിൻ്റെ കാൽവരിയിലെ ബലിയിൽ വിശ്വാസത്തോടെ ബോധപൂർവം ആ വിശുദ്ധ കുർബാനയെ ആഴത്തിൽ അറിഞ്ഞ് അനുഭവിച്ച് വിശ്വാസത്തോടെ ബലിയിൽ പങ്കെടുത്ത് പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. മനസ്സിലായോ? പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. അതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സാത്താൻ എന്ത് ചെയ്യും? നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നിന്ന് അകറ്റി നിർത്തും. നമുക്ക് വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരും. വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുമ്പസാരത്തിലും നമുക്ക് വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് സാത്താൻ നമ്മളെ തള്ളിവിടും. അങ്ങനെ ഒത്തിരി പേരില്ല ഇന്ന്. ഉണ്ടോ? ഉണ്ട്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ വിശുദ്ധ കുർബാന കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി നമ്മുടെ അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. പിന്നത്തെ പ്രാർത്ഥന എന്നതാ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്താ ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ? ദൈവം സ്വർഗത്തിലാണെന്നാണ് നമ്മുടെ അറിവ്, അല്ലേ? ദൈവം എവിടെയാ? ദൈവം സ്വർഗത്തിലാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യം എവിടെയാണോ ഉള്ളത് അവിടെയെല്ലാം സ്വർഗമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വപൂർണമായ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട് സ്വർഗമാണ്. ഇതിൻ്റെ മഹത്വപൂർണമായ സാന്നിധ്യം ഈ ദേവാലയത്തിലുണ്ടെങ്കിൽ ഇവിടെ സ്വർഗമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ അതിലൂടെ അനുസ്മരിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ടത്. സങ്കീർത്തനം 123:1 പറയുക, സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ അനുസ്മരിക്കുകയാണ് ഇവിടെ. സ്വർഗത്തിൽ വസിക്കുന്നവനെ എന്ന് പറയുമ്പോൾ ആകാശങ്ങളിരിക്കുന്ന ദൈവം എന്നുള്ളതല്ല, എൻ്റെ കൂടെ ഈ ഭൂമിയിൽ ദൈവ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരത്തോടുകൂടെ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവവും മനുഷ്യനും ഒന്നായി തീർന്നു. ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യനെ ദൈവത്തിലേക്ക് ദൈവം അടുപ്പിച്ചു. അപ്പം അങ്ങനെ വന്നപ്പോൾ സങ്കീർത്തനം പറയാം, സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ സ്വർഗീയമായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ നമുക്ക് വലിയ ആത്മീയ സന്തോഷമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഭയങ്കരമായ ഭക്തിയോടും ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടെ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് അങ്ങ് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ അനുഭവപ്പെടുന്നത്? ആർക്കും തരാൻ പറ്റാത്തൊരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. അതാണ് സ്വർഗീയമായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ നമുക്ക് ആർക്കും തരാൻ പറ്റാത്ത വലിയ ആത്മീയ സന്തോഷം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇനി ഒരു വചനം എടുത്ത് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. അപ്പം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടെയാണ് നമ്മൾ ഒരുമിച്ചുള്ള നിലവിളിയുടെ പ്രാർത്ഥന വിശുദ്ധ കുർബാനയിൽ ആരംഭിക്കുന്നത്, അല്ലേ? ദൈവജനം ഹൈക്കല എന്ന് പറയുന്നത് ഏതാണെന്നാണ് പറഞ്ഞത്? ഈ നിങ്ങളിരിക്കുന്ന സ്ഥലം, ഇത് അൾത്താര മധുവക, അത് ഹൈക്കല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവജനം. സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവജനം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവനെ ഒരു സെക്കൻഡ് അങ്ങനെ ദൈവജനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ജനം എങ്ങോട്ട് കണ്ണുകൾ ഉയർത്തുക? ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ മനസ്സിൽ അന്നേരം ഉണ്ടാകേണ്ടത് എന്താണെന്നറിയാവോ? എന്താ? ഉറങ്ങിപ്പോയോ എല്ലാവരും? ദൈവത്തെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അപ്പ, ഡാഡി എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് എന്താ വിളിയുടെ അർത്ഥം? എനിക്ക് ആശ്രയിക്കാൻ വേറെ ആരുമില്ല, എൻ്റെ അപ്പനാ നീ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്വം പ്രഖ്യാപിക്കുന്ന നിമിഷമാണത്. ഹല്ലേലൂയ. നമ്മളൊന്ന് ഓർത്ത് നോക്കി, ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലുന്നുണ്ട്? ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏതാ? ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ ഈശോ നമ്മളോട് പറയുന്നത് പ്രഖ്യാപിക്കുക, ദൈവമേ നീയാണ് എൻ്റെ ദൈവം, നീ എൻ്റെ അപ്പനാണെന്ന്, ഞാൻ നിൻ്റെ മകളാണെന്ന്, ഞാൻ നിൻ്റെ മകനാണെന്ന്, ഞങ്ങൾ നിൻ്റെ മക്കളാണെന്ന് പ്രഖ്യാപിക്കുക, ആശ്രയത്വം പ്രഖ്യാപിക്കുക.
ദൈവമേ ഞാൻ നിന്നിലാകട്ടോ ആശ്രയിക്കുന്നെന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്തെ നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഞാൻ എന്നോട് സങ്കടത്തോടെ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊരു വചനമാണ് നിയമാവർത്തനം 33:26. എൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല. അത് പറയുമ്പോൾ എന്തൊരു ഹീലിംഗ് ആണെന്നറിയാവോ? എൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല. എന്നെ സഹായിക്കാൻ വിഹായസിലൂടെ മഹത്വപൂർണനായി അവിടുന്ന് എഴുന്നള്ളുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് ദൈവം എൻ്റെ അടുത്തെത്തും, എന്നെ സഹായിക്കും. നിങ്ങളിത് പറഞ്ഞ് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ പറയുക, എൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സൃഷ്ടാവും കർത്താവുമായ ദൈവം എൻ്റെ അപ്പനാണ്. ഈ അപ്പനിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അപ്പൻ്റെ മകനാണ് ഞാനെന്ന് പൂർണ്ണ ധൈര്യത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാതിരിക്കാൻ പറ്റുമോ? പറ്റിയല്ല. ഹല്ലേലൂയ. ഇനി വായിച്ചോ, 2 പ്രഭാഷകന്റെ പുസ്തകം 2:10. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കേട്ടോ, കഴിഞ്ഞ തലമുറകളെ കുറിച്ച് ചിന്തിക്കാൻ എവിടെ മുതൽ ചിന്തിക്കണം? ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്നും മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവരുടെ വഴി സുഗമമായിരുന്നോ? അല്ല. ആദ്യം തന്നെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോഴേ ഇവർ കണ്ടതെന്താ? ചെങ്കടല. എല്ലാം മുങ്ങി ചാകാൻ സാധ്യതയുള്ള വലിയ ചെങ്കടലിൻ്റെ മുമ്പിലേക്കാണ് ഇവർ ചെല്ലുന്നത്. അവർ നിലവിളിച്ച് കരയാനും പ്രാർത്ഥിക്കാനും പിറുപിറുക്കാനും ഒക്കെ തുടങ്ങി. അവരുടെ സങ്കടങ്ങളും പരാതികളും കണ്ട് നേതാവ് മോശ എന്താ പറഞ്ഞത്? ദൈവത്തോട് പരാതി പറയാൻ തുടങ്ങി. അയ്യോ, ഇതുപോലൊരു ചതിവ് നീ ചെയ്യണ്ടായിരുന്നു. ഇതിലും എത്രയോ ഭേദമായിരുന്നു എവിടം? ഈജിപ്ത്. അപ്പോൾ തമ്പുരാൻ കൊടുക്കുന്ന മറുപടി എന്താ? നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ പൈതലിന് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് വരുന്ന ഏത് പ്രതിസന്ധികളോടും പ്രശ്നങ്ങളോടും യുദ്ധം ചെയ്യുന്നത് നമ്മളല്ല, നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. മുന്നോട്ട് പോകാൻ പറയുക. അതാണ് ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശം. ജനത്തോട്, ഇസ്രായേൽ ജനത്തോട് പുറകോട്ട് തിരിയാതെ, മരച്ചു നിൽക്കാതെ മുന്നോട്ട് പോകാൻ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്വരം നമ്മൾ കേൾക്കണം. ദൈവം നമ്മളോടും പറയുന്നത്, ഒന്നും കണ്ട് പകയ്ക്കണ്ട, ഒന്നും കണ്ട് വിഷമിക്കണ്ട, ഒന്നും കൊണ്ട് അധൈര്യപ്പെടണ്ട. നീ എന്ത് ചെയ്താൽ മതി? മുന്നോട്ട് പോകുക. സ്വർഗത്തിലുള്ള പിതാവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകുക. അതാണ് ചരിത്രം. ഒന്നോടെ വായിച്ചേ. കഴിഞ്ഞ തലമുറകൾ, ഇന്നോളമുള്ള തലമുറകളെ കുറിച്ച് ഓർത്ത് നോക്കാനാ പറയുന്നത്. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് ഈ തലമുറയിൽ ഒരാളെങ്കിലും അവഗണിക്കപ്പെടുവോ? ഇല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കൈയും കെട്ടി തെക്കും വടക്കും നോക്കി നമ്മൾ നിന്നാൽ ഈ പിതാവ് നമ്മളെ അനുഗ്രഹിക്കുമോ? ഈ പിതാവിൻ്റെ കൃപ നമുക്ക് തരുമോ? ഇല്ല. അതുകൊണ്ട് സ്വരമുയരണം. സ്വർഗത്തിലുള്ള എൻ്റെ പിതാവിനെ നിലവിളിച്ച് കരഞ്ഞ് വിളിച്ചപേക്ഷിക്കുന്ന ദൈവജനത്തിൻ്റെ സ്വരമുയരുമ്പോഴാണ് വിശുദ്ധ കുർബാനയിലേക്ക് അഭിഷേകത്തിൻ്റെ കരുണയുടെ വലിയ പ്രളയം തന്നെ എത്തിച്ചേരുന്നു. ഹല്ലേലൂയ. വലത്തുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ ഒരു വചനമുണ്ട്. അതെന്താണെന്നറിയാവോ? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. എന്നിട്ടോ അവർക്ക് എന്ത് ഭാഗ്യമുണ്ടെന്നാ പറയുന്നത്? സ്വർഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളാണ് സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ പോകുന്നത്. ഈ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ആരാ? ദരിദ്രനാരാ? ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവനാണ് ദരിദ്രൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ദരിദ്രനാ. അവന്റെ സമ്പത്ത് ദൈവമാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? ദൈവത്തോട് ചേർന്ന് നിൽക്കും.
സമ്പന്നൻ, ഈ ലോകത്തിൻ്റെതായ സമ്പത്തുകൾ കൊണ്ട് ധന്യനായിരിക്കുന്നവന് ആരെ വേണ്ട? ദൈവത്തെ വേണ്ട. ദൈവത്തെ വേണ്ട. സ്വർഗരാജ്യം അവർക്കുള്ളതല്ല. സ്വർഗരാജ്യം ആർക്കുള്ളതാണ്? നമ്മളെ പോലെയുള്ളവർക്കാ. മുഴുവൻ ആശ്രയിക്കുക, ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ ആശ്രയിക്കുക. ദൈവമേ, നീ അല്ലാതെ എനിക്ക് ആരും ഇല്ല. ഇനി യേശയ്യാ പ്രവാചകന്റെ പുസ്തകം എന്നെടുത്ത്, യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ 29 മുതലുള്ളൊരു വചനമുണ്ട്. 29 മുതൽ ഉള്ളൊരു വചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എനിക്കിന്നിപ്പം നിങ്ങളോട് ഞാനൊന്നോർത്ത് ഈ 7 ഘട്ടങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളോട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തണമെന്ന്. എവിടെ? ആമുഖത്തിൽ തന്നെ ഞാൻ നിൽക്കുക. അടുത്ത പ്രാവശ്യം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ആമുഖഭാഗം ഞാൻ തൊടില്ല കേട്ടോ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. യുവാക്കൾ നല്ല ധൈര്യശാലികളും മിടുക്കന്മാരും ആരോഗ്യന്മാരും ഒക്കെ, പക്ഷെ അവരും ഇന്ന് ഏറ്റവും കൂടുതൽ തളർന്നിരിക്കുന്നത് ആരാ? യുവാക്കളാ. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. ചെറുപ്പക്കാരൊക്കെ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല. അവർ ഓടിയാലും അധ്വാനിച്ചാലും അവർക്ക് ഒരു ക്ഷീണം ഉണ്ടാകില്ല. നടന്നാൽ തളരുകയുമില്ല. നടന്നാലും തളരുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഉരുവിടുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തോർക്കണം? എൻ്റെ ആശ്രയത്തെ ഞാൻ ദൈവത്തിൽ പ്രഖ്യാപിക്കുന്നു. രണ്ടാമതായിട്ട് ഞാൻ ഓർക്കണം, ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലാണ്. ദൈവം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ദൈവം എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും ഞാൻ തളർന്നു പോകേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല. ദൈവം എനിക്ക് വേണ്ടി, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഈ വിശുദ്ധ കുർബാന എന്ന് നമ്മൾ ഓർക്കണം. പിന്നെ നമ്മൾ ഓർക്കണം, നമ്മുടെ കൂടെ ബലിയർപ്പിക്കുന്ന നമ്മളെല്ലാവരും ആരാ? എല്ലാവരും ആരാ? നമ്മുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടപ്പോൾ ഉണ്ടായ അടയാളം എന്താണ്? പന്തക്കുസ്താദിനം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, തിരുസഭ രൂപപ്പെട്ട നിമിഷത്തിൽ എന്താ സംഭവിച്ച വചനം പറയാണ്, വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരേ ആത്മാവും ഒരേ ശരീരവും ഒരേ ഹൃദയവുമായിരുന്നു. അവർക്കുള്ളതെല്ലാം അവര് പൊതുവായി കരുതി. ഒന്നും അവർക്ക് സ്വന്തമായിട്ടൊന്നും അവർ സൂക്ഷിച്ചു വെച്ചില്ല. എല്ലാം അവര് പൊതുവായി കരുതി. എല്ലാവരും അവർ ഒരുപോലെ കരുതി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞു വെച്ച് നമ്മൾ പറയുന്നത് എന്താ? ചൊല്ലി നോക്കി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാക്കണം. ഈ മനുഷ്യർക്ക് എങ്ങനെയാ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ നാമത്തെ പൂജിതമാക്കാൻ പറ്റുന്നത്? നമ്മൾ കുറേ നേരം ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചാലോ ആരാധിച്ചാലോ ദൈവത്തിൻ്റെ നാമം പൂജിതമാകുമോ? നമ്മളെല്ലാ തരത്തിലുമുള്ള പാപത്തിൻ്റെയും തിന്മയുടെയും മ്ലേച്ഛതകളുടെയും തിന്മകളുമായിട്ടിരുന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമം പൂജിതമാകുമോ? പറ, പൂജിതമാകുമോ? പിന്നെ ഞങ്ങൾ ചെയ്യുന്നതിനകത്ത് എന്താ സിസ്റ്റർ അർത്ഥം അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ഈ പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ എങ്ങനെ? അതിന് ഇച്ചിരിയുടെ ഒരു എക്സ്പ്ലനേഷൻ വേണം. എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധി, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ അനുകമ്പ, ദൈവത്തിൻ്റെ ക്ഷമ, ദൈവത്തിൻ്റെ സ്നേഹം, ഇതൊക്കെ നമ്മളിൽ പ്രകടമാകുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്ലിയറായോ? ക്ലിയറായി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പങ്കെടുക്കാൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ വരണം? അനുരഞ്ജിതരാകണമെന്ന് ആദ്യത്തെ ആ പ്രാർത്ഥനയിൽ തന്നെ പറയുന്നുണ്ട്. നമ്മൾ അനുരഞ്ജിതരാകണം. നമ്മളെന്നും വിശുദ്ധ ബലിയിൽ അർപ്പിക്കുകയും തൊട്ടയൽവക്കത്തുള്ള വീട്ടിലേക്ക് നോക്കുകയോ മിണ്ടുകയോ അവരുമായിട്ടുള്ള യാതൊരു സഹവാസങ്ങളും ഇല്ല. സഹോദരങ്ങളെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടേതായ സ്വാർത്ഥതയിൽ ജീവിക്കുവാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ നാമം, നമ്മൾ അർപ്പിക്കുന്ന ബലിയിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഹല്ലേലൂയ. ഇവിടെ അൾത്താരയിലെ ബലി ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞാൽ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുക. അൾത്താരയിലെ ബലി സത്യം പറഞ്ഞാൽ നമ്മളതിനുള്ള ജീവിതമാകുന്ന ബലിയിലേക്കുള്ള ഒരു ഒരുക്കമാണ്.
ഹല്ലേലൂയ. അപ്പൊ എൻ്റെ ജീവിതമാകുന്ന ബലി മനോഹരമാകുമ്പോഴാണ് ദൈവം എന്നിൽ മഹത്വപ്പെടുന്നത്, ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അൾത്താരയിലെ ബലിയും എൻ്റെ ജീവിത ബലിയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കാൽവരി ബലി, കാൽവരിയിലാണ് ഈശോ അല്ലേ, ഗാഗുൽത്താ മലയിലെ ആ ഗാഗുൽത്താ മല എന്നെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈശോയുടെ ഗാഗുൽത്താ മല എന്നെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമ്മുടെ ജീവിത അന്തസ്സാണ്, നമ്മളായിരിക്കുന്ന ആ ജീവിതമാണ്. ആ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങൾ, സങ്കടങ്ങൾ, തിരസ്കരണങ്ങൾ, വേദനകൾ, കുറ്റപ്പെടുത്തലുകൾ, ഇതെല്ലാം ഈശോയുടെ കാൽവരിയിലെ ബലിയിൽ ഈശോ അനുഭവിച്ച പീഡകളാണ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? 3 പ്രാർത്ഥനകളാണ് പ്രധാനമായിട്ടും ആദ്യ ഭാഗത്തുള്ള. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കഴിഞ്ഞ ആഴ്ച ഞാനത് പറഞ്ഞേച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ പിന്നെ തരാമെന്ന് പറഞ്ഞങ്ങ് പോവുകയത് അല്ലേ. ആ ആദ്യത്തെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ഭാഗത്തെ ആദ്യത്തെ 3 പ്രാർത്ഥനകൾ എന്താണ്? മൊത്തം 7 പ്രാർത്ഥനകളാണ് അതിനകത്തുള്ളത്. അതിലെ ആദ്യത്തെ 3 പ്രാർത്ഥന, ഒന്ന് അങ്ങയുടെ രാജ്യം, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ, പിന്നെ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ നൂറ്റാണ്ടുകളായിട്ടുള്ള യഹൂദരുടെ വിശ്വാസം എന്താണെന്നറിയാവോ? മിശിഹ ദാവീദിൻ്റെ പിൻഗാമിയായി വന്നു. അതുകൊണ്ട് ഇസ്രയേൽ രാജ്യം പുനഃസ്ഥാപിക്കും. ആരും പുനഃസ്ഥാപിക്കും? മിശിഹ പുനഃസ്ഥാപിക്കും. എന്നാൽ മിശിഹ വന്നത് ഒരു രാജ്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനാ വന്നത്? മിശിഹ വന്നത് ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഇസ്രായേലിനൊരു രാജ്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ ദൈവരാജ്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. അപ്പം ദൈവഹിതത്തിന് വിധേയപ്പെടുന്ന ജീവിതമാണ്, ദൈവരാജ്യത്തിലെ ജീവിതമാണ് ദൈവം ഓരോ മക്കൾക്കും നൽകുന്നത്. അതുകൊണ്ടാണ് ദൈവരാജ്യം എവിടെ സ്ഥാപിക്കപ്പെടണം? മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കാനാണ് ഈശോ വന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവരാജ്യം മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ വന്നത്. ഹല്ലേലൂയ. എന്ന് പറയുമ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? തീനും കുടിയും ഒന്നും അല്ല, പിന്നെ എന്താണ്? നീതിയും സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് ദൈവരാജ്യം. ഇതൊക്കെ മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിലാണ് അവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നീതിയും സത്യവും പരിശുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ്? നമ്മൾ ദൈവരാജ്യത്തിലാണ്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 3 പ്രാർത്ഥനകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന അവസാനത്തെ 4 പ്രാർത്ഥനകളുണ്ട്. അത് ഏതൊക്കെയാണ്? ആ 4 പ്രാർത്ഥനകളിലും നമ്മൾ ചേർക്കുന്ന ഞങ്ങൾക്ക് നൽകണേ, ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണേ, അല്ലേ? ഒന്നെന്താണ്? ഞങ്ങൾക്ക് നൽകണേ, അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണേ. പിന്നെ എന്താണ്? ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണം. നല്ല മനോഹരമായ പ്രാർത്ഥനയാണത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ. തമ്പുരാന് രക്ഷപ്പെടാൻ പറ്റിയൊരു പ്രാർത്ഥന അല്ലേ? കാരണം ക്ഷമിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ കടക്കാരോട് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ ദൈവം നമ്മളോട് ക്ഷമിക്കണ്ടല്ലോ. കാരണം നമ്മൾ തന്നെ അങ്ങനെയല്ലേ പറയുന്നത്, അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണ് ഒരു വ്യവസ്ഥ വെച്ചാൽ. പിന്നെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണേ. അപ്പോൾ ഇവിടെയും എന്താണെന്നറിയാമോ? ദൈവത്തിലുള്ള വലിയ പ്രത്യാശയാണ് പ്രകടമാക്കുന്നത്. ഈ 4 പ്രാർത്ഥന, ഞങ്ങൾക്ക് തരണേ, ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പം തുടർന്ന് വരുന്ന 4 പ്രാർത്ഥനകളിലൂടെയും നമ്മൾ പ്രകടിപ്പിക്കുന്ന ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് പോലെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറുവെട്ടമുണ്ടെങ്കിൽ പ്രത്യാശയായോ? ഇതുപോലെ ദൈവത്തിന് നമ്മൾ വലിയ പ്രത്യാശ അർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൽ പ്രത്യാശ അനുഭവിച്ച ആ രക്ഷയും സംരക്ഷണവും ഒക്കെയാണ് പിന്നീട് നമ്മൾ സങ്കീർത്തനത്തിലൂടെ ഏറ്റുപാടുന്നത്. കർത്താവേ മമ രാജാവ്.
ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളൊക്കെ പാടി നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചവരെയും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചവരെയും ദൈവം എങ്ങനെ പരിപാലിച്ചു എന്നുള്ളത് ഓർത്തിട്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയൂ. അപ്പം നമ്മൾ ഓർക്കണം, നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ കരുണയെ ഓർത്ത് നമ്മളും ഈ സങ്കീർത്തകനോട് ചേർന്ന് നമ്മൾ പാടുക. വലത്തുകരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അങ്ങനെ നമ്മൾ ആമുഖ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് സ്വർഗ്ഗസ്നാപിതാവെ കഴിഞ്ഞ് സങ്കീർത്തനത്തിൻ്റെ സമയമായി. സങ്കീർത്തനത്തിന് നമ്മൾ പാട്ട് ചേർന്ന് നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞ് പിന്നെ നമ്മൾ എങ്ങോട്ടാണ് വരുന്നത്? പിന്നെ നമ്മൾ പറഞ്ഞ് ഉത്ഥാനഗീതം. ഉത്ഥാനഗീതമൊന്നും സർവാധിപനാം കർത്താവേ എന്നുള്ള പാട്ടിന് പറയുന്ന മറ്റൊരു പേരാണ് ഉത്ഥാനഗീതം എന്ന് പറയും, പ്രാർത്ഥനാഗീതം എന്ന് പറയും, സ്വാഗതഗാനം എന്ന് പറയും, ആദത്തിൻ്റെ ഗീതം എന്ന് പറയും, പ്രകാശഗീതം എന്ന് പറയും. അങ്ങനെ പല പേരുകളിൽ പറയുന്നുണ്ട്. ഇതേത് വന്നാലും ഇതാണ്. അത് അവിടെ എന്താ ലക്ഷ്യമാക്കുന്നത്? സങ്കീർത്തനം 122 പറയാം, കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അതായത് സ്വർഗത്തെ ദർശിക്കാനുള്ള, സ്വർഗം സ്വന്തമാക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ മധുവകയിലേക്ക്, സ്വർഗത്തിൻ്റെ പ്രതീകമായ മധുവകയിലേക്ക് കണ്ണുകൾ ഉയർത്തി നിൽക്കുന്ന ജനം ആ സമയത്ത് അനുഭവിക്കുന്ന വലിയൊരു ആത്മീയ ആനന്ദമാണ് ഇവിടെ അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സമയത്ത് നമ്മുടെ ഇവിടെ ഈ കൊച്ചു ദേവാലയമാണ്, നമുക്കിവിടെ വിരിയൊന്നുമില്ല. നമ്മുടെ ഇടവക ദേവാലയങ്ങളിലെല്ലാം വിരി ഇട്ടിട്ടുണ്ട്. എന്താണ് ആ വിരി? അതായത് നമുക്ക് മനുഷ്യരായിരിക്കുന്ന നമുക്ക് ദൈവത്തെ ദർശിക്കുന്നതിന് തടസ്സമുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് ദൈവം തന്നെയാണ് ഈ തടസ്സം. ഈ വിരി നമുക്ക് മാറ്റി തന്നിട്ട് സ്വർഗത്തെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ദൈവജനത്തിന് ദൈവ ദർശനത്തിനുള്ള കൃപ കൊടുക്കുന്ന ദൈവം തന്നെയാണ്. അപ്പോൾ ആ വിരി മാറ്റുവാണ് അവിടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് സ്വർഗം എപ്പോഴും മറയ്ക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ പ്രതീകമാണ്. എന്നാൽ അവന് ദൈവത്തിൻ്റെ വലിയ കൃപ ലഭിക്കുക. ആ സമയത്ത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചു, ഈ സർവാധിപന എന്ന പാട്ട് പാടുമ്പോൾ നമ്മൾ കാണുന്നു വിരി തുറക്കുന്നു. പിന്നെ എന്താ സംഭവിക്കുന്നത്? പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത്? പിന്നെ ശുശ്രൂഷ ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലോ. അത് നമ്മളിവിടെ എല്ലാ കുർബാനയിലും ഇല്ല. ആഘോഷമായിട്ടുള്ള എല്ലാ കുർബാനയുടെ സമയത്തും ശുശ്രൂഷ എന്ത് ചെയ്യും? ധൂപാർപ്പണം നടത്തും. എന്താണ് ഈ ധൂപാർപ്പണത്തിൻ്റെ അർത്ഥം? എന്താണ് ആ സമയത്ത് ധൂപാർപ്പണം നടത്തുന്നതിൻ്റെ അർത്ഥം? എന്താണ് ധൂപാർപ്പണത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണമായിട്ടുള്ള സമർപ്പണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഭൂമിയിൽ തീർത്ഥാടകരായി സ്വർഗത്തെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവജനം സ്വർഗത്തിൻ്റെ പ്രതീകമായ മധുവകയിലേക്ക് നോക്കി ദൈവത്തെ ദർശിക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കേണ്ട സമയമാണ്. ക്ലിയറായോ? ക്ലിയറായോ? അപ്പം നമ്മൾ എവിടെയായിരിക്കും അല്ലേ? നമ്മുടെ സമർപ്പണത്തിൻ്റെ സമയമാണ്. ആരാധനാ സമൂഹം ഉയർത്തുന്നു, സ്തുതിഗീതങ്ങൾ ഉയർത്തി പാട്ട് പാടി ഈ ഗായകനോട് ചേർന്ന് ഭയങ്കരമായ അലൗകികമായ ആനന്ദം അനുഭവിച്ച് ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന നിമിഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവാധിപനായ മിശിഹ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവാധിപൻ. പാപത്തെയും മരണത്തിൻ്റെ മേലും എല്ലാ പൈശാചിക ശക്തികളുടെ മേലും വിജയം വരിച്ച സർവശക്തനായ സർവാധിപനായ ദൈവത്തെ നമ്മൾ മുഖാഭിമുഖം വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ദൈവത്തിന് നമ്മളെ സമർപ്പിച്ച് സ്തുതിഗീതങ്ങൾ പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയും പ്രിയപ്പെട്ടവരെ ദൈവത്തിലുള്ള തികഞ്ഞ പ്രത്യാശയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ദൈവത്തിലുള്ള നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ആശ്രയത്വം പ്രത്യാശയുമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഇവിടം വരെയാണ് എന്ത്? മുഖ ശുശ്രൂഷ. ഉണ്ടോ? സിസ്റ്റർ ഇപ്പം ഒരു 3/4 മണിക്കൂർ എടുത്ത വിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തന്നെ വീണ്ടും കുറച്ചും കൂടെ വിവരിച്ച് പറഞ്ഞു തന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ബലിയർപ്പണം ശരിയായാൽ എല്ലാം ശരിയാകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബലിയർപ്പണം, നമ്മുടെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലൂടെയേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
അപ്പോൾ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള നമ്മുടെ അജ്ഞത നിമിത്തം നമുക്ക് വേണ്ടതുപോലെ പങ്കെടുക്കാനായിട്ട് പറ്റുന്നില്ല. ആരെങ്കിലും നമുക്ക് പഠിപ്പിച്ചു തരും. ഇനി ഒരു 3 മാസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നമ്മൾ മറന്നു പോകും അല്ലേ? വീണ്ടും പഠിപ്പിച്ചു തരാം. പക്ഷെ വിശുദ്ധ കുർബാന അർപ്പണം, ബലിയർപ്പണം ഏറ്റവും അനുഭവമാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പലരും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് പാട്ട് പാടാതെയും കൈകൂപ്പി പിടിക്കാതെയും കൈകെട്ടി നിന്നും വായിക്കോട്ട വിട്ടും ഭയങ്കര ക്ഷീണിതരായിട്ട് അവശരായിട്ട് ഇതൊന്ന് തീർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുക. വേറെ എവിടുന്നോ ആണ് നമ്മുടെ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കിഷ്ടപ്പെട്ട ഒരു കൗൺസിലറിനെ കിട്ടിയാൽ പുള്ളിക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഒരാളോട് എല്ലാം പറഞ്ഞാൽ എല്ലാം പരിഹരിക്കപ്പെടുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ആരോട് പറഞ്ഞാലും, ആരുടെ അടുത്ത് നമ്മുടെ ദുഃഖങ്ങൾ പറഞ്ഞാലും പരിഹരിക്കപ്പെടേണ്ടവൻ, പരിഹാരം ഈശോയ അല്ലേ? ആണോ? അതെ. ഈശോ ആരെയോ എനിക്ക് വേണ്ടി ഒരുക്കും. ഇസ്രായേൽ ജനത്തിന് വേണ്ടി മോശ ഒരുക്കിയതുപോലെ ഈശോ ആരെയോ എനിക്ക് വേണ്ടി ഒരുക്കും. അവരിലൂടെ ഈശോ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് മുഴുവൻ മഹത്വവും ആർക്കുള്ളതാണ്? ഈശോയ്ക്കുള്ളതാണ്. ഈശോയ്ക്കല്ലാതെ ഒരു മഹത്വം ആർക്കുമില്ല. ഈശോയ്ക്കാണ് എല്ലാ മഹത്വവും.